എന്താ മറുപടി പറയാ? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്ഥ, ഒരു സുന്നി, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട് മരണപ്പെട്ടു പോയ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടിയാൽ അത് ശിർക്കാണെന്നുള്ളതിന് ആയത്ത് ഓതാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇക്കണ്ട കാലം നമ്മൾ ആയത്ത് ഓതി കൊടുത്തിരുന്നു. സൂറത്ത് ഫാത്തിറും ഖുർത്തുബിയുടെ തഫ്സീറും പറഞ്ഞിരുന്നു. ഈ വിസ്റ്റം നിർത്തി, ഒരിക്കലും ഓതൂല, ഇവിടുന്ന് ഓതിയില്ല. ഓതാത്ത എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്താ അദ്ദേഹം തന്നെ പറയുന്നു, അതിലുണ്ട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവര് തിരിച്ചു ചോദിക്കൂലേ? എന്താ ചോദിക്കുക? ഞങ്ങൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ആരോട് തേടിയാൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അമ്പിയാക്കളാണ്, ഔലിയാക്കളാണെന്ന വിശ്വാസത്തോടു കൂടി അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ച് തേടിയാൽ അതിൽ ശിർക്കാണെന്ന ആയത്തിൽ ഇല്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ ഇന്ത്യന്ന് പറയുകയാണെങ്കിൽ നിങ്ങളും പെട്ടിയില്ലേ? ആ ആയത്തിന്റെ തഫ്സീർ തന്നെയല്ലേ ജിന്നിനെ പെടുത്തിയത്, പിശാചിനെ പെടുത്തിയത്? അതിലെവിടെയെങ്കിലും ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ പ്രാർത്ഥനാകാത്ത, ശിർക്കാകാത്ത ഒരു സഹായത്തേട്ടുണ്ടെന്ന് വിശദീകരിച്ചിട്ടില്ലല്ലോ, മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളും മുശ്രിക്കാണ്, സമസ്തക്കാരാണ്, ഞങ്ങളും നിങ്ങളും ഒരുപോലെ മുശ്രിക്കല്ലേ എന്ന് ചോദിക്കും. കാരണം ഏതുപോലെ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ച് തേടിയാൽ അത് മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം ശിർക്കാണെന്നാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. കൽപ്പന ആമായ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വല്ല ഇളവുണ്ടെങ്കിൽ ഖാസായിട്ട് അതിന് വേറെ പണ്ഡിതന്മാർ പറയും. അപ്പൊ ഇവിടെ അമ്പിയാക്കളും ഔലിയാക്കളെയും വിശദീകരിക്കുന്നിടത്ത് കൽപ്പന ആമാണ്. അത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ടാണെങ്കിലും കൊടുക്കാത്ത കഴിവുകൊണ്ടാണെങ്കിലും അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. കൽപ്പന ആമാണ് ശിർക്ക. അതേ ഹുക്കം എന്തുകൊണ്ട് ഇവിടെ വെക്കുന്നില്ല? ജിന്നിനും മലക്കിനും പിശാചിനും വെക്കുന്നില്ല. ഏത് പിശാചിനെ ലോകത്തുള്ള മുഫസ്സിറുകൾ ഒഴിവാക്കിയത്? ഖുർത്തുബി ഒഴിവാക്കിയോ? അവിടെ പറഞ്ഞോ? ഇല്ല, അവിടെ ഈ കൽപ്പന ആമാണ്. അത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നാണെങ്കിലും കഴിവിൽപ്പെട്ടതാണെങ്കിലും പെടാത്തതാണെങ്കിലും ശരി, അതിലൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഇതേ അമ്പിയാക്കളെ ഔലിയാക്കളെയും പെടുത്തി കൊടുത്ത് തന്നെയാണ് ജിന്നിനെയും ശൈത്താനെയും പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഒഴിവാക്കുക, അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ഒഴിവാക്കുന്ന സംസ്ഥ പറയും. അപ്പൊ നമ്മൾ രണ്ട് കൂട്ടർ മുശ്രിക്കുകളാന്ന് പറയും, രണ്ട് കൂട്ടർക്ക് ആയത്ത് ഫിറ്റാന്ന് പറയും. ആദ്യം നിങ്ങളെ വിശ്വാസം ശരിയാക്കിയിട്ട് ഞങ്ങൾക്കെതിരെ ആയത്ത് ഓതിയാൽ മതി, ഖുർത്തുബിയുടെ തഫ്സീർ പറഞ്ഞാൽ മതി എന്ന് പറയും. കുടുങ്ങൂലേ? അതുകൊണ്ടാണ് ഓതാത്തത്. ആ ആയത്ത്. പക്ഷെ മുജാഹിദുകള് വിസ്തത്തിനെതിരെയും സംസ്ഥക്കെതിരെയും ആയത്ത് ഓതി തഫ്സീറും പറയും.